Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Okay, Pravira. So we can start with a silent prayer. After that, we will do our right things. And we have received two more materials. Okay. ഇതുവരെയും കയ്യിലുണ്ടായിരുന്ന ബാക്കി എല്ലാ മെറ്റീരിയൽസും നമ്മളിവിടെ അത് ഫെമിലറൈസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് രണ്ട് മെറ്റീരിയൽസും കൂടെ വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. After prayer and all the things. Anyone ready to do prayer? Please. Anyone? First, we will have our silent prayer. ഓക്കെ സോ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ PDF-ലുള്ള ഡീറ്റെയിൽസ് സെൻസോറിയൽ ഏരിയയെ കുറിച്ച്? കുറച്ച് ഡീറ്റെയിൽസ് നല്ലപോലെ തന്നെ ഉണ്ട്. എവിടം വരെ എഴുതി? ഒന്ന് ഷെയർ ചെയ്യാട്ടോ. Binomial cubes and trinomial cubes. കളർ ടാബ്ലറ്റ്സ് നമ്മൾ കഴിഞ്ഞു, അത് ഫെമിലറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കയ്യിൽ സെക്കൻഡറി മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അത് വൺസ് ഫെമിലറൈസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈമറി ഓക്കെ ആയിരിക്കും, ടേർഷറി ഓക്കെ ആവും. അതിന്റെ പിക്ചേഴ്സ് ആയിരുന്നു.
കഴിഞ്ഞ് കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് മാം പറഞ്ഞു തന്നിരുന്നോ? ഇല്ല മാം. ബൈനോമിയൽ അപ്പൊ എപ്പോഴാണ് എഴുതിയത്? ഇത് കഴിഞ്ഞിട്ടാണല്ലോ അത് വരുന്നത്. കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് കഴിഞ്ഞിട്ടാണല്ലോ ബൈനോമിയൽ ക്യൂബ്സ് ആൻഡ് ട്രൈനോമിയൽ ക്യൂബ്സ് വരുന്നത്. അത് എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. പിന്നെ ബൈനോമിയൽ ക്യൂബ്സ്. ഒരു കാര്യം ചെയ്യാമോ? അതിന്റെ പിക്ചേഴ്സ് ഉണ്ട്, അത് നമ്മൾ വരച്ച് അതിന്റെ അല്ല പിക്ചേഴ്സ്. സെക്കൻഡ്. ഇത് നമുക്ക് കിട്ടിയിട്ടില്ല കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ്. ഇത് കുറെ പോളിഗൺസ് ഉണ്ട്. നമുക്കറിയാം ഏറ്റവും ലീസ്റ്റ് സൈഡുള്ള പോളിഗൺ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്. പിന്നെ 4 സൈഡ് 5 സൈഡ്സ് അങ്ങനെ പോകുന്നു പോളിഗൺസ് അല്ലെ. അപ്പൊ അങ്ങനെ കുറെ ഇത് പീസസ് പോലെയാണ്. അപ്പൊ നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഇൻ ഡിഫറെന്റ് ഷെയ്ഡ് ആൻഡ് സൈസ് ആണ്. പല ഷെയ്ഡിലും സൈസിലും ഉള്ളത്. അതിനെ വെച്ചിട്ട് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാം. പല രീതിയിലുള്ള പോളിഗൺസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു കൺസ്ട്രക്റ്റീവ് അവരുടെ ഡെവലപ്മെന്റ് അബൌട്ട് ദ ഷേപ്സ്, ജോമെട്രിക്കൽ ഷേപ്സ്, സൈസ് ഇതെല്ലാം മാറും. അപ്പൊ കളർ ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ പല കളറിലായിട്ട് വരും. പിന്നെ അവരുടെ ഇമാജിനറി സ്കില്ല് ഡെവലപ്പ് ചെയ്യുവാണ്. അവരുടെ ക്രിയേറ്റിവിറ്റിയിലോ റീസണിങ്, അവരുടെ തിങ്കിങ്, തോട്ട് പ്രോസസ് എല്ലാം ഡെവലപ്പ് ചെയ്യും ഈ കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് വെച്ചിട്ട്. ഇത് ഓരോരോ പീസസ് ആയിട്ടാണ് അതിന് ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണ് ഇവര് പല ഷേപ്സും ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ബൈനോമിയൽ ക്യൂബ്സ് ആൻഡ് ട്രൈനോമിയൽ ക്യൂബ്സ് എഴുതിയോ? എഴുതി പറഞ്ഞു. ഓക്കെ. ബൈനോമിയൽ ക്യൂബ്സില് നമുക്ക് എത്ര ക്യൂബ്സ് ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? 8 നമ്പേഴ്സ് അല്ലേ? 2 layers ഓഫ് ക്യൂബ്സ് ആണ്. നിങ്ങൾ 2 layers ഒന്ന് കാണിച്ചിട്ട് ഓപ്പൺ ചെയ്യാം, അതായിരിക്കും നല്ലത്. മാം, ഈ കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസിലെ ഡിഫറെന്റ് ട്രയാങ്കിൾസ് ഹാവ് ഡിഫറെന്റ് നെയിംസ് എന്നുണ്ടല്ലോ. അപ്പൊ അത് നെയിംസ് നമ്മൾ പഠിച്ചിരിക്കണം. ഈക്വിലേറ്ററൽ അങ്ങനെയൊക്കെയാണോ അതോ എന്താണ് നെയിംസ് വരുന്നത്? ഒരു പക്ഷെ നമ്മൾ ആ പറയുന്ന ആ പേര് ഈ കുഞ്ഞു പ്രായത്തിലെ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആവണമെന്നില്ല. അതെ, അതുകൊണ്ട് എങ്ങനെയായിരിക്കും അത് നമ്മൾ ഡിഫൈൻ ചെയ്യാതെ എന്താണെന്ന് ആ ട്രയാങ്കിൾ ഓരോ ഡിഫറെന്റ് ട്രയാങ്കിൾസ് ഹാവ് ഗോട്ട് ഡിഫറെന്റ് നെയിംസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതെ, നെയിംസ് ആൻഡ് ഡിസ്ക്രിമിനേറ്റ് ഫ്രം ദ നെയിം എന്ന് പറഞ്ഞുണ്ട്. ഓക്കെ. ത്രീ സൈഡ്സ് അവർക്ക് അറിയാം. ഇനി ആ 3 സൈഡ്സ് തന്നെ പല രീതിയിൽ വരും. 3 ആംഗിൾസും ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ ഓഡിയോ ഓക്കെ, ആ രീതിയിൽ പറഞ്ഞു കൊടുക്കാം. പിന്നെ സൈഡ്സ് എല്ലാം ഈക്വൽ ആകുന്ന ട്രയാങ്കിൾസ് ഉണ്ടാക്കി നോക്കുക. 2 സൈഡ്സ് ഈക്വൽ ആകുന്ന ട്രയാങ്കിൾസ് ഉണ്ടാക്കി നോക്കുക. അപ്പൊ അവർ ഈക്വൽ സൈഡ്സ്, ആ ഈക്വാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് അവർക്ക് വരും. അത് കഴിയുമ്പോൾ ഇവർ ഈ ലാംഗ്വേജ് ഏരിയ വരുമ്പോൾ നെയിമിങ്, വേർഡ്സ്, സെന്റൻസ് മേക്കിംഗ് ഒക്കെ പഠിക്കുമ്പോഴേക്കും നമുക്ക് ഈ ട്രയാങ്കിൾസിന്റെ പേര് പറഞ്ഞു കൊടുക്കാം. അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കാം. അപ്പൊ നമുക്ക് ഇത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് ലാംഗ്വേജ് ഏരിയയും ഈ സെൻസോറിയൽ ഏരിയയിലെ കാര്യങ്ങളും ഈ ഒരു തുടക്കത്തിൽ ഒരു 3 years ഉള്ള കുട്ടിയോട് ഇക്വലാറ്ററൽ, ഐസോസിലസ് എന്നൊന്നും പറഞ്ഞാൽ അറിയില്ല. ഈക്വൽ സൈഡ് കണ്ടുപിടിക്കുക, 3 സൈഡ്സ് ഉള്ളതാണ് ട്രയാങ്കിൾ, അത്രയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് അത് അവരുടെ മെമ്മറിയിൽ രജിസ്റ്റർ ആകും. ഈക്വൽ 2 സൈഡ് ഈക്വൽ ആക്കി ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ 2 സൈഡ് ഈക്വൽ ആകുന്ന രീതിയിൽ ട്രയാങ്കിൾസ് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക, 3 സൈഡ്സും ഈക്വൽ ആവുന്ന ട്രയാങ്കിൾസ് എടുക്കുക. അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യും. അതേസമയം നമ്മൾ അവരോട് ഐസോസിലസ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് പെട്ടെന്ന് ആ പേര് കിട്ടില്ല. പക്ഷെ ലാംഗ്വേജ് ഏരിയയിലേക്ക് ഇവരുടെ ഓരോ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഇവർ ഓരോ ഏരിയയിലേക്ക് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പൊ ലാംഗ്വേജ് ഏരിയയിലേക്ക് പോകുമ്പോഴേക്കും ഈ വേർഡ്സും സെന്റൻസ് മേക്കിങ്ങും ഒക്കെ അവർക്ക് ശരിയായി വരുമ്പോ നമുക്ക് ഇതിനെ അങ്ങോട്ട് കണക്ട് ചെയ്യാം.
എനിക്ക് ലോജിക്കലി എനിക്ക് അതാണ് ശരിയെന്ന് തോന്നിയത്. ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞതാട്ടോ, ഒരു ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലാതെ ആദ്യം നമ്മള് ഈ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള നെയിംസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് കിട്ടില്ല. അതേസമയം വൺസ് ദേ കൺസ്ട്രക്റ്റഡ് ലൈക്ക് അവർ 2 sides ഈക്വൽ ട്രയാങ്കിൾ, 3 sides ഈക്വൽ ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞ് അവർ കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഓൾ സൈഡ്സ് ഡിഫറെന്റ് ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്ത് അങ്ങനെ അവരത് പഠിക്കും. സോ നമ്മൾ ലാംഗ്വേജ് ഏരിയയിലേക്ക് വരുമ്പോൾ അവർ സെന്റൻസ് മേക്കിംഗ് വരെയും അല്ലെങ്കിൽ വേർഡ്സ് കുറേ അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? യെസ് മാം. സോ നിങ്ങൾ ബൈനോമിയൽ ക്യൂബ്സ് ആൻഡ് ട്രൈനോമിയൽ ക്യൂബ്സ് എഴുതി അല്ലേ? ഇത് 8 നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ബൈനോമിയൽ ക്യൂബ്സിൽ. ദേ ആർ 2 layers ഓഫ് ക്യൂബ്സ്. ഇതാണ് അതിന്റെ ഓപ്പണിംഗ്. നമുക്ക് ഓപ്പൺ ചെയ്യാം സൈഡ് വൈസ്. കണ്ടോ, 2 ലെയറിൽ ക്യൂബ്സ് ഇരിക്കുന്നുണ്ടോ? പേപ്പർ ഇരിക്കുന്നുണ്ട്. ഞാൻ ലെയറിന്റെ ഇടയ്ക്ക് പേപ്പർ വെച്ചിട്ടുണ്ട്, തമ്മില് സ്ക്രാച്ച് ആവാതിരിക്കാനാണ്. ടോപ്പിൽ നോക്കുമ്പോ 1 2 3 4 അല്ലേ? 8 ക്യൂബ്സ് 2 ലെയർ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ 2 സ്ഥലം ഓപ്പണിംഗ്, ബാക്കി 2 ഇത് ഫിക്സ്ഡ് ആയിട്ടായിരിക്കുന്നത്. ക്ലോസ് ഇറ്റ് ലൈക്ക് ദിസ്. 2 ലെയർ ആയിട്ട് ക്യൂബ് പ്ലേസ് ചെയ്തിരിക്കുക. ഇതാണത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത്, ഇൻട്രസ്റ്റിംഗുമാണ്. പിന്നെ ഇതിനെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റ് ഇരിക്കുള്ളൂ. ഇതിങ്ങനെ ഇരിക്കുവാണ് അല്ലെ? അപ്പൊ കറക്റ്റ് ലെവൽ എല്ലാം കറക്റ്റ്. ഇത് നമ്മൾ ലൂസാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ബ്ലാക്കും ബ്ലൂവും റെഡും ടോപ്പ് ലെയറിൽ വന്നത്, അത് മാത്രമായിട്ട് ഞാനൊന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. സെയിം തന്നെയാണ് താഴെ. നമുക്ക് ടോട്ടൽ നോക്കും. പിന്നെ ഇതിന്റെ ഈ ഓരോ ഭാഗത്തും ഓരോ കളറാണ്. ഇതില് ബ്ലാക്കും ബ്ലൂവും, ഇത് റെഡും ബ്ലാക്കും, ഇത് ബ്ലൂ ഓൺലി, ബ്ലാക്കും ബ്ലൂവും ഫസ്റ്റ് ലെയറിലെ. ഓക്കെ, സെക്കൻഡ് ലെയർ ബ്ലാക്ക് ആൻഡ് ബ്ലൂ, then red and black, red and black, red only. അപ്പൊ ഫസ്റ്റ് ലെയറിൽ ഒരെണ്ണം 2 സെറ്റ് വന്നത് ഏതായിരുന്നു കളറ്? ബ്ലൂ ആൻഡ് ബ്ലാക്ക്. യെസ്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. ഓക്കെ, ബ്ലൂ ഓൺലി, റെഡ് ആൻഡ് ബ്ലാക്ക് ടോപ്പ് ലെയറിൽ. അതിന്റെ താഴത്തെ ലെയറിൽ ഒരേപോലെ വന്നത് അത് 2 സെറ്റ് വന്നത് ഏതായിരുന്നു? റെഡ് ആൻഡ് ബ്ലാക്ക്. ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഉണ്ട്. ഇവിടെ ബ്ലൂ മാത്രമായിരുന്നു, ഇവിടെ റെഡ് മാത്രമുള്ളത്. വലിപ്പമൊക്കെ ഡിഫറെന്റ് ആയിട്ടാണ്. ഒരെണ്ണത്തിൽ വെച്ച് കാണിച്ചു കേട്ടോ. മാം ഇതെല്ലാം വുഡ് ആണോ? യെസ്, എല്ലാം വുഡാണ്. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ കവറില് നോക്കുക. ഈ ഒരു ക്യൂബ് വെച്ചു, നെക്സ്റ്റ് ക്യൂബിനടുത്ത് ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഹൈറ്റ് ഡിഫറൻസ് കണ്ടോ? അപ്പൊ കുട്ടി വേഗം അതിനൊന്ന് തിരിക്കും. അപ്പൊ ഹൈറ്റ് കറക്റ്റ് ആയി. കൺട്രോൾ ഓഫ് എറർ. ഓക്കെ, നെക്സ്റ്റ് വൺ വെക്കുമ്പോഴും ഹൈറ്റ് ഡിഫറൻസ്. സോ നെക്സ്റ്റ്, അപ്പൊ ഹൈറ്റ് കറക്റ്റ് ആകും. പക്ഷെ അപ്പൊ നോക്കൂ, ഇവിടെ ആ ഒരു ലെവൽ വേരിയേഷൻസ്, അതിനനുസരിച്ച് കറക്റ്റ് ആക്കണം. കണ്ടോ, എല്ലാം ഒരേ ലെവലായി. അത് കുട്ടികൾ തന്നെ അത് ചെയ്യും. ഈ സൈഡും ഈ സൈഡും.
അത് അവര് കൺട്രോൾ ഓഫ് എറർ അവർ ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണോ അത് അവര് തന്നെ ചെയ്തിട്ട് പെട്ടെന്നാണോ നമ്മൾ എങ്ങനെയാണ്? ഫസ്റ്റ് എല്ലാ മെറ്റീരിയൽസും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മള് ഇങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞല്ല അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ആക്ടിവിറ്റി ചെയ്യാന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് നമ്മൾ ഇത് ആദ്യം ചെയ്യും. അപ്പൊ അവര് ശ്രദ്ധിച്ച് നോക്കിയിരിക്കും. നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിടുക ആ മെറ്റീരിയൽസുമായിട്ട്. ദെൻ ദേ വിൽ സ്റ്റാർട്ട് ഡൂയിങ് ദ ആക്ടിവിറ്റി. പറ്റിയാല് കുട്ടികളുമായിട്ട് വരുന്നവരുണ്ടാവുമല്ലോ, നമ്മളുടെ ഇവിടെ വരാന്ന് പറഞ്ഞവര്. നമുക്ക് കുട്ടികളെ കൊണ്ടൊന്ന് ചെയ്യിച്ചു നോക്കാം. കുഞ്ഞു ബേബിയാണോ അതോ 3 years ഒക്കെ ഉള്ള കുട്ടികളായിട്ട് വരുന്നവരുണ്ടോ? ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചാൽ അവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ അതെ, ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളെയും കൊണ്ട് ആരെങ്കിലും വരുവാണെങ്കിൽ, ഇതിനു വേണ്ടി വരാനല്ല, കുട്ടിയായിട്ട് വരുന്നവരുണ്ടെങ്കിൽ, ആ ഒരു ഏജിലുള്ള കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട്, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 2.5 ഉള്ളൂ. നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 2.5 എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഇത് ആ ഒരു പ്രോപ്പർ വേയിൽ വെക്കണം, ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നുള്ളൊരു ഫീലൊന്നും ചിലപ്പോൾ കിട്ടില്ല. അവരുടേതായ ഒരു രീതി ആയിരിക്കും അവർ ഫോളോ ചെയ്യും. നമുക്ക് ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കാൻ മീൻസ് ഇങ്ങനെ ചെയ്യാവൂ എന്നുള്ള രീതിയിലല്ല, നമുക്കൊരു ഗെയിം കളിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്യും. അപ്പൊ അവരെ നോക്കിയിരിക്കും, പിന്നെ അവര് തന്നെ അവരുടെ രീതി ചെയ്യാനായിട്ട്. സോ ഞാൻ മുകളിലത്തെ ഇവിടെ കളേഴ്സ് ഉണ്ട്. ഞാൻ ആ റെഡിന്റെ മുകളിലാണ് അത് വെച്ചത് കേട്ടോ. പിന്നെ ഒരു ബ്ലാക്കാ പിന്നെ കാണുന്നത്, അപ്പൊ അതിനനുസരിച്ച് ബ്ലാക്ക് വെച്ചു. അങ്ങനെ ചിലപ്പോൾ ഇവര് എന്തെങ്കിലും എന്റെ ലിഡ് കൊണ്ടും കളിക്കാലോ. പിന്നെ ബ്ലൂ വരും. സോ ബ്ലൂ ഞാൻ ഇങ്ങനെ വെച്ചു. സോ അഗൈൻ ബ്ലാക്ക്. അങ്ങനെ തന്നെ അതിലേക്ക് ഇറക്കാം. സ്ക്രൂ ചെയ്ത് വെച്ചേക്കുവാണ് ഇവിടെ. ഈ ഒരു ഭാഗം നമ്മളുടെ വീടിന്റെ ഒക്കെ ഡോറിന്റെ പറയണേ വിജാഗിരിയോ ഒരു സാധനമില്ലേ, വാതിൽ നല്ലപോലെ ചില സമയത്ത് ശരിയായ രീതിയിൽ അത് അടയാതെ ഇങ്ങനെ ഒരു ഒച്ച വെക്കുമ്പോൾ നമ്മൾ എണ്ണ ഇട്ട് കൊടുക്കുന്നില്ലേ, ആ ഒരു രീതിയിലാണ് നല്ല കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നത്. ഇതിന്റെ റേറ്റ് എത്രയാന്ന് ഞാൻ ഓർക്കണില്ല. ഓക്കെ, ഇത് തന്നെ ട്രൈനോമിയലിൽ വരുമ്പോ 27 ആണ്. അതായത് 2⁻3 3⁻3. 2⁻3 എന്ന് പറയുമ്പോൾ 8 ക്യൂബ്സ് ബൈനോമിയലില്, 3⁻3 ദാറ്റ് ഇസ് 27. അവിടെ 3 layers ആയിരിക്കും. ഇവിടെ ഇപ്പൊ നമ്മൾ 2 ലെയർ കണ്ടില്ലേ ബൈനോമിയലില്, അതുപോലെ ട്രൈനോമിയലില് 3 layers ആയിരിക്കും. ഇതില് എക്സ്ട്രാ വരുന്നത് യെല്ലോ, അതായത് റെഡ്, ബ്ലൂ, ബ്ലാക്ക്, ആ കോമ്പിനേഷൻസ്, പിന്നെ യെല്ലോ ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് റെഡ് ആൻഡ് ബ്ലാക്കും ബ്ലൂ ആൻഡ് ബ്ലാക്കും വന്നില്ലേ, അതുപോലെ തന്നെ ഇവിടെ യെല്ലോ ആൻഡ് ബ്ലാക്കും കൂടെ വരും കോമ്പിനേഷൻസ്. എന്റെ പിക്ചർ അയ്യോ അതൊട്ടും ക്ലിയർ അല്ല. ഫോട്ടോ എടുത്തിട്ട് സ്കാൻ ചെയ്തതിന്റെ എന്തൊരു ഇവിടെ നിങ്ങൾക്ക് എല്ലോ കാണാം, എന്റെ കയ്യിലും ഇല്ല. ഫോട്ടോ കാണിച്ചു തരാം. ഈ ഒരു കളർ വരും വെച്ചിട്ടോ. ഗൂഗിളില് നോക്കിയപ്പോ ഉണ്ട് ട്രൈനോമിയൽ അതെ, യൂട്യൂബ് നോക്കിയാൽ അതുകൊണ്ട് ടീച്ചർ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കാണിക്കുന്നതും കാണാൻ പറ്റും.
ആണല്ലോ അല്ലെ. ഇത്രയും കളേഴ്സ് വരും. എക്സ്ട്രാ വരുന്ന കളർ യെല്ലോ ആണ്. യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, ബ്ലാക്കുമായിട്ട് ചേർന്നിട്ടാണ് കോമ്പിനേഷൻ വരുന്നത്. പിക്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാനൊന്ന് ഓഫീസിൽ പോയി കൊടുത്തിട്ടുണ്ട്. എന്റെ റെക്കോർഡ് ചെയ്യുന്ന ഫോട്ടോ എടുക്കാനാണ് നോക്കുന്നത്. ഞാൻ അല്ലാതെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊന്ന് ഇമേജ് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ പിന്നെ കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും. ഇത് പിക്ചറിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ആവും എന്നുള്ളത് അറിയില്ല. നെക്സ്റ്റ് ഒരെണ്ണം കൂടെ കൊണ്ടുവന്നു പറഞ്ഞില്ലേ, അത് സിലിണ്ടേഴ്സ് ആണേ. നല്ല നല്ല ഫൈൻ ആയിട്ടുള്ള സിലിണ്ടേഴ്സ്. ഇത് നമുക്ക് സൗണ്ട് സിലിണ്ടേഴ്സ് ആയിട്ടും യൂസ് ചെയ്യാം, സ്മെല്ലിംഗ് സിലിണ്ടേഴ്സും ആയിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോ സിലിണ്ടർ കാലിയാണ് കേട്ടോ. ക്യാപ്പ് ഇങ്ങനെയാണേ. ഒന്നുമില്ല, നമുക്ക് സൗണ്ട് കേൾപ്പിക്കാൻ പലതും ഇതിലിട്ടിട്ട് കുലുക്കി കുട്ടികൾക്ക് സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും ഇതിനകത്ത് ഇട്ടിട്ട് അതും സ്മെല്ല് ചെയ്യിക്കാം. ക്യാംഫർ, പിന്നെ എന്തിന്റെ ചില ലീവ്സിനൊക്കെ ഓൾ സ്പൈസ് അങ്ങനെയുള്ളതിന്റെയൊക്കെ സ്മെൽ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട്, പിന്നെ പെരിഞ്ജീരകം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട്, ഗ്രാമ്പൂ, പട്ട, അതൊക്കെ ഇട്ടിട്ട് ആ സ്മെല്ലൊക്കെ, ഇപ്പൊ സ്മെല്ല് കൊടുക്കുന്നത് അതെല്ലാം നാച്ചുറൽ ഒബ്ജക്ട്സ് ആവുകയാണെങ്കിൽ നല്ലതായിരിക്കും. റോസ് ഫ്ലവർ അങ്ങനെയുള്ളത്, ജാസ്മിൻ ഫ്ലവർ, അതൊക്കെ ഇട്ട് കുട്ടികൾക്ക് ആ സ്മെല്ല്. അപ്പൊ അതിന് രണ്ടിനും കോമൺ ആയിട്ട് നമുക്ക് ഈ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ കുലുക്കുവാണെങ്കിൽ ഇപ്പൊ അരി ഇട്ടിട്ട് കുലുക്കാം, മണലിട്ടിട്ട് കുലുക്കാം, ചെറിയ മെറ്റൽ പീസസ്, ബേബി മെറ്റൽ പോലുള്ളത് അങ്ങനെ ഇട്ടിട്ട് ചെയ്യാം. പിന്നെ എന്താ പറയാ, മുത്തുകളോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഇതിന്റെ സൗണ്ട് ഒക്കെ കേൾപ്പിക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ 6 സിലിണ്ടേഴ്സ് ഉണ്ട്. അത് അവർക്ക് ഗെയിം ആയിട്ടൊക്കെ നമുക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. നല്ല ഫൈൻ ആണ്. ഈ 2 മെറ്റീരിയൽസ് ആണ് കഴിഞ്ഞ ദിവസം വന്നത്. ഓക്കെ, ഇതെല്ലാം വുഡ് പീസസ് ആണ്, വുഡനാണ്. പെയിന്റ് നമ്മളിങ്ങനെ ചുരണ്ടിയാലൊന്നും പെയിന്റ് ഒന്നും പോവില്ല. നല്ല ഫൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫിനിഷിങ് നല്ല ഫിനിഷിങ് ആ. ഫിനിഷ് ചെയ്ത് വാർണിഷ് ഒക്കെ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. ഇതിന്റെ ഒപ്പം തന്നെ നമ്മളുടെ PDF ഒന്ന് വായിച്ചു പോകും. ഞാനിത് എഴുതിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ വരുമ്പോഴേക്കും നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ സെൻസോറിയൽ ഏരിയ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ PDF പോകണം. അശ്വതി മിസ് ഓൾറെഡി ഇപ്പൊ ലാംഗ്വേജിലേക്ക് ചിലപ്പോൾ പോവുമല്ലോ. നെക്സ്റ്റ് ടച്ച് ബോർഡ്സ്. എഴുതി തുടങ്ങിയോ ഇത്? സ്റ്റാർട്ട് ചെയ്തോ? ഞാനൊന്ന് പറയാം, നിങ്ങൾ തുടങ്ങിക്കോ. എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് തരാം. ടച്ച് ബോർഡ് അത്രേ ഉള്ളൂ മാം. താഴേക്ക് എവിടെ വരെ എഴുതി? ഫീച്ചേഴ്സ് എഴുതി തുടങ്ങിയോ? ജസ്റ്റ് ഒന്ന് കാണാം, നമുക്ക് അതിന്റെ പിക്ചർ ഒന്ന് കാണാം കേട്ടോ. എന്നിട്ട് എഴുതുമ്പോ കുറച്ചുകൂടെ ഒന്നിൽ എഴുതാതോ വേറെ വേറെ പേജിൽ എഴുതണോ? ഇല്ല, ഇത്രയേ ഉള്ളൂ.
കണ്ടോ സൈൻ അവിടെ വന്നില്ലേ? ഇതാണ് ടച്ച് ബോർഡ്സ് വരുന്നത്. പല ടെക്സ്ചറിലുള്ള മെറ്റീരിയൽസ് ആണ് ഈ ടച്ച് ബോർഡിന് യൂസ് ചെയ്യുന്നത്. സാൻഡ് പേപ്പർ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ആണ്. സാൻഡ് പേപ്പർ തന്നെ പല നമ്പർ ആണല്ലോ പറയുന്നത്. ഇതിന്റെ റഫ്നെസ്സിന് പല നമ്പറിലുള്ള സാൻഡ് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ സാൻഡ് പേപ്പർ ടെക്സ്ചറുള്ള ബോർഡ്സ്, അതൊരു ബോർഡിൽ എങ്ങനെയാണോ ഒട്ടിച്ചു വെച്ചാൽ അതെങ്ങനെയായിരിക്കും അതുപോലെ. അപ്പൊ തൊടുമ്പോ പല രീതിയിലുള്ള റഫ്നെസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ടാക്ടൈൽ സെൻസ്, നമ്മുടെ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു കൂടുതൽ സെൻസിറ്റീവ് പീരീഡ് ആണല്ലോ കുട്ടികളുടെ. മറിയം മോണ്ടിസോറി പറയുന്നത് ഇവർക്ക് ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബൻ മൈൻഡ്. കാരണം മറിയം മോണ്ടിസോറി അതിനെ കമ്പയർ ചെയ്ത് ഒരു ഡച്ച് അനലിസ്റ്റ് പറയുന്നുണ്ടല്ലോ, ബട്ടർഫ്ലൈ, അതായത് കാറ്റർപില്ലർ ബട്ടർഫ്ലൈ ആകുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ലൈറ്റിന് ഭയങ്കര സെൻസിറ്റീവ് ആണ് കാറ്റർപില്ലർ എന്ന് പറയുന്നുണ്ട്. ലൈറ്റ് നോക്കി 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 ഏറ്റവും ബ്രാഞ്ചിന്റെ മുകളിൽ ചെന്നിട്ട് ആ ഇലയൊക്കെ കഴിച്ച് പ്യൂപ്പാവസ്ഥയിൽ ഇങ്ങനെ ആകും. അത് കഴിഞ്ഞിട്ട് കുറെ നാളിങ്ങനെ സുഖമായിട്ട് അതിനകത്ത് ഉറങ്ങിയിരിക്കും. ലൈറ്റ് അടിക്കുമ്പോഴേക്കും കറക്റ്റ് സമയമാകുമ്പോൾ ഈ പ്യൂപ്പേന്ന് നല്ല കളർഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ പുറത്തു വരുവാണല്ലോ. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. വളരെ സെൻസിറ്റീവ് പീരീഡ് ആണ്. അപ്പൊ പല കാര്യങ്ങളും അപ്പോൾ അത് അവരുടെ ഏത് സെൻസസ് യൂസ് ചെയ്തിട്ടാണെങ്കിലും അവർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ പീരീഡ് വളരെ സെൻസിറ്റീവ് ആണെന്ന് പറയുന്നത്. അതേസമയം കുറെ കൂടെയൊക്കെ ഏജ് ഒക്കെ ആയി അഡൾട്ട്ഹുഡും കഴിഞ്ഞ് നമ്മളുടെ ഒരു എന്നെ പോലെ മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾക്ക് പല സെൻസും പലപ്പോഴും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നില്ല അല്ലെ. പക്ഷെ കുട്ടികളുടെ ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് പീരീഡ് ആണ്. പെട്ടെന്ന് അവർക്ക് അപ്പൊ ഒരു കാറ്റർപില്ലറിന് ബട്ടർഫ്ലൈ ആകുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലേ. സോ മനുഷ്യരിലും അത് ആ ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു മെറ്റാമോർഫസിസ് നടക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ടച്ച് ടാബ്ലറ്റ്സ് ഇവരുടെ ടാക്ടൈൽ സെൻസ് നല്ല പോലെ മനസ്സിലാവുന്നു. നമ്മൾക്കിപ്പോ മൊബൈൽ ഫോണിലും ടച്ച് ചെയ്ത് അല്ലെ നമ്മൾ പലതും ചെയ്യുന്നത്. നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മുടെ ഫിംഗറിന്റെ ടച്ച് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഇവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ടച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കും. ഡിഫറെന്റ് ടെക്സ്റ്റേഴ്സിലായിരിക്കും. ഇത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് നമുക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും ഈ ടച്ച് ടാബ്ലറ്റ്സും ടച്ച് ഫാബ്രിക്സും ഉണ്ട്. ഈ ടച്ച് ബോർഡ്സിൽ ഡിഫറെന്റ് ബോർഡ്സും ഉണ്ടാകും. അതുപോലെ തന്നെ ഡിഫറെന്റ് ഫാബ്രിക്സിൽ വരുന്നുണ്ട്. ഫാബ്രിക്സ് അത് ക്ലോത്ത്സ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്. അത് വേണമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഇത് അത് നല്ല രീതിയിൽ ഒരു സ്മോൾ കർച്ചീഫ് പോലെയോ അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോകും. നല്ല കളർഫുൾ ആയിട്ടുള്ളതൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുന്നു ഇവർ അതിലേക്ക്. അങ്ങനെ ഈ കുട്ടികൾക്ക് സ്മൂത്ത് ആൻഡ് റഫ് എന്നുള്ള ഒരു നോളജ് കിട്ടുന്നു. ഇത് ബോർഡിലാണ് ഇത് മൗണ്ട് ചെയ്തേക്കുക. ഇത് സേഫ് ആയിരിക്കും. കുട്ടികൾ അത് മടക്കുവോ ചുളുക്കുവോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതേസമയം സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ അത് മടക്കി ഒടിഞ്ഞൊക്കെ പോകാൻ ചാൻസസ് ഉള്ളതാണല്ലോ. ഇത് ബോർഡിൽ ഫിക്സ് ചെയ്യുമ്പോഴേക്കും അത് അങ്ങനെ തന്നെ നിൽക്കും. അത് നാശമായിട്ട് പോകില്ല. സറൗണ്ടിങ്സുമായിട്ട് ഇവർ ചില സമയത്ത് കണക്ട് ചെയ്യും. ഇങ്ങനെ തൊടുമ്പോഴേക്കും ചിലപ്പോൾ വാളിലൊക്കെ ചെന്ന് തൊടുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവും അവർ ടച്ച് ചെയ്ത് ഏതോ ഒരു ബോഡിന്റെ ഒരു റഫ്നെസ് അല്ലെങ്കിൽ സ്മൂത്ത്നെസ് ആണ് വാളിനുള്ളത്. ടൈൽസിൽ തൊടുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ തൊടുമ്പോൾ അവർക്ക് ഇവര് ടച്ച് ബോർഡ്സിനെ ഫെമിലറൈസ് ചെയ്തത് മനസ്സിലാകും. അപ്പൊ എൻവയോൺമെന്റിലെ പല സാധനങ്ങളുമായിട്ട് ഇവരെ കണക്ട് ചെയ്യാനായിട്ട് നോക്കും. കോൺസെൻട്രേഷൻ പവറും ഒബ്സർവേഷൻ സ്കില്ലും എല്ലാം ഇംപ്രൂവ് ചെയ്യുന്നു. കോർഡിനേഷൻ, ബ്രെയിനിന്റെയും ഫിംഗേഴ്സിന്റെ ഒരു കോർഡിനേഷൻ ആണ്. ആക്ച്വലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളുകൾ എങ്ങനെയാ ബ്രെയിലി ലിപി യൂസ് ചെയ്തിട്ടല്ലേ അവർ പഠിക്കുന്നേ. കണ്ണ് കാണാത്തവർ ബ്രെയിലി ലിപി യൂസ് ചെയ്യുന്നു. അപ്പൊ അവരുടെ എന്താ ബ്രെയിനും ഈ ഫിംഗറും കൂടിയുള്ള ഹാൻഡും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇവിടെ കുട്ടികളെ നമ്മൾക്ക് അവര് ബ്ലൈൻഡ് അല്ലെങ്കിൽ പോലും നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ഇവരെ ചെയ്യിക്കുവാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കും. രണ്ട് ഒരേപോലുള്ള ബോർഡ് വെച്ചിട്ട് അവരോട് ഒരു ബോർഡിൽ തൊട്ട് നോക്കുക, മറ്റേ ബോർഡിൽ തൊട്ട് നോക്കുക. ഒരേപോലുള്ള ആ ഒരു റഫ്നെസ് ആണെങ്കിൽ വരുന്നതിനെ ഒരുമിച്ച് ചേർത്ത് വെക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുവാണെങ്കിൽ അവരത് നന്നായിട്ട് ചെയ്യും. ടച്ച് ഫാബ്രിക്സ് ആവുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് അവർ തന്നെ ഇടുന്ന ഡ്രസ്സിന്റെ ആ ഒരു സ്മൂത്ത്നെസ്സുമായിട്ടൊക്കെ അവരത് കണക്ട് ചെയ്യും. ഡിഫറെന്റ് കളേഴ്സിലും കൂടി ആകുമ്പോൾ അവരുടെ കോൺസെൻട്രേഷനും പേഷ്യൻസും ഇൻക്രീസ് ചെയ്യുന്നു. അവർ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് കാണുമ്പോൾ അവരുടെ വിഷ്വൽ ഇമ്പാക്ട്, അവരത് കളറിനോടുള്ള ഇഷ്ടം, തൊട്ട് നോക്കാനൊക്കെ കൂടുതൽ ഇഷ്ടം വരും. അങ്ങനെ സോ ഇതാണ്
ടച്ച് ബോർഡ്സും വരും, ടച്ച് ടാബ്ലറ്റ്സ്, then ടച്ച് ഫാബ്രിക്സ്. ബോർഡ് ഇത് സ്റ്റോപ്പ് ആയിക്കാൻ തോന്നുന്നു. ടച്ച് ബോർഡ്സ് ഡിഫറെന്റ് ടെക്സ്ചറിലുള്ള മെറ്റീരിയൽസ് ബോർഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ടച്ച് ടാബ്ലറ്റ്സ്, സാൻഡ് പേപ്പർ ടെക്സ്റ്റൈൽഡ് ടാബ്ലറ്റ്സ്, അത് 10 in numbers ഉണ്ടായിരിക്കും. പിന്നെ ടച്ച് ഫാബ്രിക്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ഇൻ പെയർ, 2 ജോഡി എന്നുള്ള രീതിയിൽ അത് പെയറിൽ ഉണ്ടായിരിക്കും. ടച്ച് ഫാബ്രിക്സ് കാണാം. ടച്ച് ബോർഡ്സ്, ഈ സൈഡിൽ ടച്ച് ടാബ്ലറ്റ്സ് ശരിക്കും കാണാൻ പറ്റുന്നില്ല അല്ലെ, ഞാൻ കാണിച്ചു കേട്ടോ. ടച്ച് ഈ ഒരു കാണുന്നതാണ് ടച്ച് ടാബ്ലറ്റ്സ്, ടച്ച് ഫാബ്രിക്സ്. ടച്ച് ബോർഡ്സ് മുകളില്, ടാബ്ലറ്റ്സ് പോലെ ചെറിയ ഇതായിരിക്കും, ബോർഡിനേക്കാളും കുറച്ചുകൂടി ചെറുതായിരിക്കും. പിന്നെ ഫാബ്രിക്സ് പെയർ ആയിരിക്കും, 2 സെറ്റ് വീതം ഉണ്ടായിരിക്കും ഫാബ്രിക്സ്. സോ ഒരു സെറ്റും വേറൊരു സെറ്റും കൂടെ മാറ്റി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലുള്ളത് ഐഡന്റിഫൈ ചെയ്യാനോ ഫൈൻഡ് ഔട്ട് ചെയ്യാനോ, അതും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യിപ്പിക്കുമ്പോൾ അവരത് പെട്ടെന്ന് അവരുടെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും, ബ്രെയിനിന്റെയും ഹാൻഡിന്റെയും കോർഡിനേഷൻ. ഓക്കെ, സോ നമുക്കറിയാം ബ്ലൈൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് അവരുടെ ബാക്കിയുള്ള സെൻസസ് വളരെയധികം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഹെലൻ കെല്ലറിന്റെ ഒരു കേസ് നമ്മൾ പറഞ്ഞ പോലെ, ഹെലൻ കെല്ലർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ജനിച്ചപ്പോ നോർമൽ ചൈൽഡ് ആയിരുന്നു. ബട്ട് അവർക്കൊരു ഇൻഫെക്ഷൻ വന്നപ്പോ, അതായത് മെനിഞ്ചൈറ്റിസ് പോലൊരു ഇൻഫെക്ഷൻ, ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ വിഷൻ പോവുകയാണ് ചെയ്തത്. വിഷൻ പോകുന്നു, അതിന്റെ ഒപ്പം തന്നെ ഇവർക്ക് കേൾക്കാനും പറ്റാതായി. ബട്ട് കേൾക്കാൻ പറ്റാത്തവര് അപ്പൊ സംസാരിക്കുന്നത് കുറവായിരിക്കും. കാരണം നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുമ്പോഴല്ലേ നമ്മൾക്ക് ആ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ ഹെലനെ പഠിപ്പിക്കാനായിട്ട് പെർക്കിൻസൺസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന, അതൊരു ബ്ലൈൻഡ് സ്കൂളാണ്. ഹെലന്റെ പാരന്റ് ബ്ലൈൻഡ് സ്കൂളിൽ പോയി ഹെലന് ഇതുപോലെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ടീച്ചർ ഉണ്ടോ എന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവിടെ വെച്ച് ആനി സെലവനെ കാണുന്നത്. അപ്പൊ ആനി സെലവന് 20 years ആയി. ആനി സെലവൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തൊരു വർഷമായിരുന്നു. ആക്ച്വലി ആനി സെലവനും ഹെലൻ കെല്ലറിനെ പോലെ തന്നെ നോർമൽ ആയിരുന്നു, വിഷൻ, കേൾവി എല്ലാം ഉള്ള ഒരു ലേഡി ആയിരുന്നു. ബട്ട് ഇവർക്ക് എന്തോ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്ന് യങ്ങായിരിക്കുമ്പോ തന്നെ ഇവരുടെ കാഴ്ച നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അത് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹെലൻ കെല്ലറിന്റെ അല്ല, ഹെലൻ കെല്ലറിന്റെ ടീച്ചർ ഇല്ലേ ആനി സെലവൻ? ആനി സെലവൻ ടീച്ചറിന്റെ കാര്യം അറിയില്ല. അവർക്ക് നോർമൽ വിഷൻ ഉള്ളതായിരുന്നു. പക്ഷെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്ന് എങ്ങായിരുന്നപ്പോ തന്നെ ഇവരുടെ വിഷൻ പോവുകയാണ്. അതിനുശേഷം അന്നത്തെ കാലഘട്ടം 19th century, അവർക്ക് കുറെ ഓപ്പറേഷൻസ് കണ്ണിൽ ചെയ്തു. അങ്ങനെ ആ വിഷൻ അവർക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്തത്. ആ സമയത്ത്, ഈ വിഷൻ പോയ സമയത്താണ് ഇവര് പെർക്കിൻസൺ ബ്ലൈൻഡ് സ്കൂളിൽ വന്ന് ജോയിൻ ആവുന്നതും ഇവര് പഠിക്കുന്നത്. അപ്പൊ ഒരു വിഷൻ ഉണ്ടായിരുന്ന ഒരു ലേഡി അസുഖം കാരണം ബ്ലൈൻഡ് ആയി, പിന്നീട് ഓപ്പറേഷൻസിന് വിധേയമായിട്ടാണ് അവരുടെ കാഴ്ച തിരിച്ചു കിട്ടുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഒരു ബ്ലൈൻഡ് ആകുമ്പോ എന്തെല്ലാം ചലഞ്ചസ്, എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളത് അവർക്കപ്പം മനസ്സിലായി.
അതുകൊണ്ടായിരിക്കാം അവർ അത്രയും നല്ലൊരു ട്രെയിനർ ആയത്. ഹെലൻ കെല്ലറെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് അവർക്ക് പറ്റിയത്. അവർക്ക് വിഷൻ തിരിച്ചു കിട്ടി. ഈ കുറെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു പെർഫെക്റ്റ് വിഷൻ അല്ലെങ്കിലും അവർക്ക് കാണാം. ആ ഒരു രീതിയിൽ വിഷൻ തിരിച്ചു കിട്ടിയെങ്കിലും അവരത് അനുഭവിച്ചു. ബ്ലൈൻഡ്നെസ് എന്താന്ന് അവര് തിരിച്ചറിഞ്ഞു. ആര് പറഞ്ഞു കേട്ട് അങ്ങനെയുള്ളതൊന്നല്ല, അവർ അത് എക്സ്പീരിയൻസ് ചെയ്തു ആ ബുദ്ധിമുട്ട്. അതുകൊണ്ടായിരിക്കാം അവർക്ക് ഹെലനെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട് പറ്റിയത്. ഏകദേശം ഒരു 49 ഇയേഴ്സോളം ഹെലന്റെ കൂടെ തന്നെ അവരുണ്ടായിരുന്നു. ടീച്ചർ, ഗവേണേഴ്സ്, കമ്പാനിയൻ, ഫ്രണ്ട് ഒക്കെ ആയിട്ട് ഹെലന്റെ കൂടെ ഉണ്ടായിരുന്നു. അനീസെല്ലവന്റെ ലിപ് മൂവ്മെന്റ്സ് വെച്ചിട്ടാണ് അവര് ഹെലൻ സംസാരിക്കാനായിട്ട് പിന്നീട് പഠിക്കുന്നതും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഒന്ന് പറ്റുവാണെങ്കിൽ സമയം കിട്ടുമ്പോഴേക്ക് ഇവരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. കാരണം നമുക്ക് നല്ലൊരു റെഫറൻസാ. ഈ ഒരു മെത്തേഡിന് പറ്റിയ റെഫറൻസുകളായിരുന്നു ഇവരൊക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ ഈ 3 അപ്പാരറ്റസ്, ബോർഡ്സ്, ടാബ്ലറ്റ്സ്, ഫാബ്രിക്സ്, അതാണ് നിങ്ങൾ ഇനി എഴുതാൻ പോകുന്നത്. ഓക്കെ, എഴുതിക്കും. ഈ രണ്ടായിട്ട് എഴുതണോ? കാരണം ഇത് തന്നെ ഒരു കൺജസ്റ്റഡ് ആണ് ഞാൻ ഈ ഇത് ഒട്ടിച്ചേക്കണത് അല്ലേ. എനിക്ക് സ്പേസ് ഉണ്ടാവില്ലേ? ഇങ്ങനെ ഈ പിക്ചർ തന്നെ തന്നു കഴിഞ്ഞാൽ ഒട്ടിക്കാനുള്ള സ്പേസ് കാണില്ലേ? കാരണം വലിയ ഷീറ്റാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കും അതുപോലെ തന്നെ A4 സൈസിലുള്ള ഷീറ്റ് ആയിരിക്കും. ചിലപ്പോൾ ചില A4 സൈസില് 2 പിക്ചേഴ്സ് ഉണ്ടായിരിക്കും, 2 മെറ്റീരിയൽസിന്റെ പിക്ചേഴ്സ് ഉണ്ടായിരിക്കും. ചിലതിൽ 3 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ചിലതിൽ 4. അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എഴുതാനുള്ളത് എടുക്കാം കേട്ടോ, തരാം. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ആ താഴെ ആവുമ്പോഴേക്കൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ സ്ക്രോൾ ചെയ്ത് തരാം. ഞാനപ്പോ നമ്മളുടെ PDF ഒന്ന് വായിച്ചു നോക്കട്ടെ. അതിൽ എന്തെങ്കിലും പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ അതുകൂടെ ഞാൻ ആഡ് ചെയ്യാൻ തരാം. അത് വായിക്കണേ, കാരണം നല്ല രീതിയിൽ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട് നന്നായിട്ട്. ടച്ച് ടാബ്ലറ്റ്സിനെ കുറിച്ച് എഴുതിയത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. എ വുഡൻ ബോക്സ് വിത്ത് 6 മാച്ചിങ് പെയർസ് ഓഫ് റെക്ടാങ്കുലർ ടാബ്ലറ്റ്സ് mounted with different textures of sandpaper. Each pair varies in the degree of roughness. പിന്നെ എങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിക്കേണ്ടത്, പ്രസന്റേഷൻ എങ്ങനെയാണ്, അവരെ കൊണ്ട് ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യിക്കേണ്ടത്, എയിംസ് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ പല കാര്യങ്ങളും, ലാംഗ്വേജ്, അതിൽ നിന്ന് അവർ മനസ്സിലാവും. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാകും, സ്മൂത്തർ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാകും, സ്മൂത്തസ്റ്റ്, ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ളത്, റഫസ്റ്റ്, അങ്ങനെയെല്ലാം മനസ്സിലാകും. ഇത് വായിക്കണേ, വായിക്കാൻ ഇപ്പോഴല്ല പിന്നീട് വായിക്കണം. പക്ഷെ റെക്കോർഡിൽ കുറേ നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല, കുറച്ച് കാര്യങ്ങൾ മതി. ബട്ട് നിങ്ങളുടെ PDF സൈഡിൽ ഉണ്ടാവുമല്ലോ. പുതിയൊരു പേജിൽ എഴുതിയാൽ മതിയോ മാം? പുതിയ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് എഴുതിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്, പിന്നെ അവിടെ എഴുതാണ്ട് ഫ്രഷ് ഒരു പേജിനകത്ത് എടുത്ത് എഴുതിയാൽ മതി. ഇതിന് മുമ്പിലുള്ളത് കുറച്ചേ ഉണ്ടായിരുന്നല്ലോ. ബൈനോമിയൽ ക്യൂബ്സ് ആൻഡ് ട്രൈനോമിയൽ ക്യൂബ്സ്, അത് കുറച്ചേ ഉള്ളോ? അത് കുറച്ചേ ഉള്ളൂ, ഹാഫ് പേജുള്ളൂ. ഓക്കെ, പുതിയ പേജിൽ എഴുതിക്കോളൂ. ഓരോ മെറ്റീരിയൽസും പുതിയൊരു ഫ്രഷ് പേജിൽ തുടങ്ങുന്നതാണ് നല്ലത്. ടച്ചിന്റെ വന്ന ടച്ച് ബോർഡ്സ്, ടച്ച് ടാബ്ലറ്റ്സ്, ടച്ച് ഫാബ്രിക്സ്, അത് ഒരുമിച്ച് നമ്മൾ എഴുതുവാണ്. കാരണം അതിന്റെ എല്ലാത്തിന്റെ എയിമും ഫീച്ചേഴ്സും സെയിം ആണ്. അതുകൊണ്ടാണ് അങ്ങനെ കോമൺ ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഇതാവുമ്പോ പറയണേ, സ്ക്രോൾ ചെയ്ത് തരാം. റെക്കോർഡ്സ് എഴുതി കഴിയുമ്പോ നമുക്ക് നമ്മുടെ PDF പോവാം കേട്ടോ. ഇതങ്ങ് കഴിയുമല്ലോ. മാം കുറച്ച് താഴേക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഫീച്ചേഴ്സ് കാണിച്ചു മതിയോ?
Yes, ma'am. മാം സ്ക്രോൾ ചെയ്യാം. മാം ഇത്രേ ഉള്ളോ? Yeah, ഇത്രേ ഉള്ളൂ. ആ. നെക്സ്റ്റ് വൺ. എന്റെ പിക്ചർ നമ്മൾ കണ്ടതാണല്ലോ. മിസ്സേ, ഒരു മിനിറ്റ്. എഴുതി കഴിഞ്ഞില്ല?
ഇല്ലില്ല. മതിയോ? ഇത്രയും പോർഷൻ മതിയോ? മതി. എഴുതി മിസ്സേ. എല്ലാരും കഴിഞ്ഞോ? അടുത്ത പേജിലേക്ക് പോവാലോ. ഓക്കെ, നെക്സ്റ്റ് വൺ എഴുതിക്കോളൂ. നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഇല്ല, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ കഴിഞ്ഞു. ബാരിക് ടാബ്ലറ്റ്സ്, അത് ഞാൻ എന്റെ റെക്കോർഡിൽ നിന്ന് അതിന്റെ പിക്ചേഴ്സ് കാണിക്കാം. പിന്നെ ഈ ചില സിലിണ്ടേഴ്സ് എല്ലാം പലതും നമ്മൾ വാങ്ങുന്നതൊക്കെ ഡിഫറെന്റ് സൈസിലും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും കേട്ടോ ചിലപ്പോ കാണുമ്പോൾ. അതായത് ഞാൻ ഈ ഒരു സിലിണ്ടർ കാണിച്ചില്ലേ, സൗണ്ട് സിലിണ്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ചില സ്മെല്ലിംഗ് സിലിണ്ടേഴ്സിൽ ഇതെന്ന് പറഞ്ഞാൽ ഓപ്പണിങ് എങ്ങനെയാണ്, നമ്മൾ സ്മെല്ലുള്ളത് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ സ്മെല്ല് പുറത്തേക്ക് വരും. ആ പെട്ടെന്ന് പോകാത്ത രീതിയിൽ ഇതിനൊരു ഇന്നർ ഒരു അടപ്പം കൂടെ ഉള്ളത് നല്ലതായിരിക്കും. എങ്ങനെയുള്ള അടപ്പം? കുഞ്ഞു ഹോൾസ് ഉള്ള ഒരു ലിഡും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ സ്മെല്ല് പതുക്കെ പുറത്തേക്ക് വരുള്ളൂ. എന്റെ പിക്ചർ കാണിച്ചു തരാം. സെക്കൻഡ് എടുത്ത് വെച്ചിട്ട് സൗണ്ട് സിലിണ്ടേഴ്സും പ്രഷർ സിലിണ്ടേഴ്സിന്റെ പിക്ചറാണ് ഈ വരുന്നത്. സൗണ്ട് സിലിണ്ടേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സിലിണ്ടർ പോലെ തന്നെ കണ്ടോ. ഇത് തന്നെ സ്മെൽ സിലിണ്ടേഴ്സിന് യൂസ് ചെയ്യാം. പ്രഷർ സിലിണ്ടേഴ്സ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് ആ ഒരു ഫീൽ ചെയ്യാം. നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നമ്മൾക്ക് അതിന്റെ പ്രഷർ ഫീൽ ചെയ്യും. ഇതിനൊരു ആ നോബ് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ നോബിലും പ്രസ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്ന പ്രഷർ ഡിഫറെന്റ് ആയിരിക്കും. പല ലെവൽസിലുള്ള പ്രഷർ ആയിരിക്കും നമുക്ക് ഇത് പ്രസ് ചെയ്യുന്നത്. പേന പ്രസ് ചെയ്യുന്ന പേനയുണ്ട് അല്ലെ, അതല്ലാതെ തന്നെ ചില പാത്രങ്ങള് അല്ലെങ്കിൽ ചില കണ്ടെയ്നേഴ്സ് ഒക്കെ നമ്മൾ പ്രസ് ചെയ്ത് അടയ്ക്കുന്നു. ഓരോന്നിനും നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഡിഫറെന്റ് അല്ലേ. പേനയ്ക്ക് നമുക്ക് ചെറിയൊരു പ്രഷർ കൊടുത്താൽ മതി, അപ്പൊ ആ ഫിംഗേഴ്സിന്റെ മൂവ്മെന്റ് ചെറുത് മതി. അങ്ങനെ ഈ പ്രഷർ കൂടുതൽ വേണ്ടുന്ന വരുമ്പോഴേക്കും ഈ കുട്ടികളുടെ കുഞ്ഞു വിരലുകളിലെ മസിൽസിന്റെ മൂവ്മെന്റ് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് അവർ കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പൊ അതാണ് ഈ പ്രഷർ സിലിണ്ടേഴ്സിൽ വരുന്നത്. ഡിഫറെന്റ് പ്രഷർ ലെവലായിരിക്കും, അതൊക്കെ ഡീറ്റെയിൽസിലുണ്ട്. അപ്പൊ ഫിംഗർ ബ്രെയിൻ കോർഡിനേഷൻ അതവർക്ക് പെട്ടെന്ന് തന്നെ അവരിൽ വരും. ഇതിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും അവർക്കൊരു ഐഡിയ കിട്ടും പ്രഷർ ഡിഫറൻസ്. ചിലത് വളരെ സ്മൂത്ത് ആയിട്ട് പ്രസ് ആയിരിക്കും, ചിലത് അവർക്ക് പ്രസ് ചെയ്യാൻ കുറച്ചധികം ഫോഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അപ്പൊ ഇത് തന്നെ സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകും. അതായത് പെന്നിന്റെ നോബ് പിടിച്ച് പ്രസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു സൈക്കിളിന്റെ ടയറിലേക്ക് ഇത് കാറ്റ് പമ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓരോന്നിനും കൊടുക്കേണ്ട പ്രഷറിനെ കുറിച്ച് ഒരു ഐഡിയ അവർക്ക് കിട്ടും. ഇനി അടുത്തത് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ, അതിന് ഹോൾസ് വരുന്ന അടപ്പുണ്ടെന്ന് പറഞ്ഞത്. അതായിരിക്കും സ്മെല്ലിംഗ് സിലിണ്ടർ ആയിട്ട് ഉപയോഗിക്കാൻ നല്ലത്. ഇതും ഓക്കെ ആണ്, ബട്ട് നമ്മൾ മണക്കുമ്പോ പെട്ടെന്ന് ഇതിന്റെ സ്മെല്ല് അങ്ങ് കിട്ടും. ഇത് പതുക്കെ അവരത് ആ മണം ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് വരുമ്പോൾ ചെറിയ ഹോളിലൂടെ ആയി സ്മെല്ല് പുറത്തേക്ക് വരാനായിട്ട് ഇതിന് പറ്റുന്ന സിലിണ്ടേഴ്സ് ഏതാണ് കാണിച്ചത്. ഇത് നമുക്ക് കിട്ടുമ്പോ അതിനകത്തൊന്നും ഉണ്ടാവില്ലല്ലേ, എംപ്റ്റി ആയിരിക്കും. നമ്മൾ അരോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും അതിനകത്ത് ഫില്ല് ചെയ്യണം.
ഒരു മെറ്റീരിയലും കൂടെ ഉണ്ട്, അത് എഴുതാറാകുമ്പോ കാണിക്കാം. മറ്റേ ഡിഫറെന്റ് സോളിഡ്സ്, അതായത് 3 ഡയമെൻഷണൽ സോളിഡ്സ്, ഈ ഒരു ഇത് കൂടെ നമുക്കുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ഇത് എക്സാക്ട്ലി സെയിം അല്ല, എന്നാലും കണ്ടോ ചെറിയ ചെറിയ ഇങ്ങനെ വരുമ്പോ സ്മെല്ല് കറക്റ്റ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവര് നല്ല പോലെ ആലോചിക്കും. അവര് മനസ്സിലായില്ല. സോൾട്ട് പെപ്പർ വെക്കുന്ന ഒരു ഇതുപോലെ ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ആയിരിക്കും. ഇതും നമുക്ക് യൂസ് ചെയ്യാം സ്മെല്ലിംഗ് സിലിണ്ടേഴ്സിനായിട്ട്. നമ്മുടെ കയ്യിലുള്ള ഈ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാം. ബട്ട് നമുക്കറിയാലോ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മണം മനസ്സിലാവും. പെട്ടെന്ന് കുട്ടികൾക്ക് കിട്ടരുത്. അവരുടെ ആ ഒരു ഓൾഫാക്ടറി സെൻസ് നല്ല പോലെ വർക്ക് ചെയ്യണമെങ്കിൽ മൈൽഡ് ആയിട്ട് ആ സ്മെല്ല് അവരുടെ മൂക്കിലേക്ക് എത്താനേ പാടുള്ളൂ. അപ്പൊ അവർ ആലോചിച്ച് അവർ കണക്ട് ചെയ്തിട്ടുള്ള സറൗണ്ടിങ്സിൽ ഏതെങ്കിലും സ്മെല്ലാണോ എന്ന് ആലോചിച്ച് നല്ലപോലെ അവരുടെ ബ്രെയിൻ അപ്പൊ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതാകുമ്പോ പെട്ടെന്ന് ഇതാ സ്മെൽ പെട്ടെന്ന് അവർക്ക് കിട്ടും. സോ ഇങ്ങനത്തെ സിലിണ്ടറിനേക്കാളും ബെറ്റർ ഇതുപോലത്തെ നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് അതുകൊണ്ടാണ് വുഡൻ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പെറന്റ് ആണെങ്കിലും ഉള്ളിൽ കിടക്കണ എന്താന്ന് കാണാനും പറ്റില്ലേ. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യിക്കാം. ബട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളത് വുഡൻ സിലിണ്ടർ തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, സോ നമ്മൾ എവിടെയായിരുന്നു? ഇത് ഡയറക്റ്റ് ടാബ്ലറ്റ്സ് ഇതല്ലേ? ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ലായിരുന്നു മെറ്റീരിയൽസ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് എഴുതാൻ പോകുന്നത് ബാരിക് ടാബ്ലറ്റ്സ്. ഇതിനെ കുറിച്ചും നമ്മളുടെ PDF-ലുണ്ട്. നിങ്ങൾ ആദ്യം ഇത് എഴുതി തുടങ്ങിക്കോളൂ. പിക്ചർ ഒന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് എഴുതാം, അതായിരിക്കും നല്ലത്. താഴെ പിക്ചർ എടുക്കാം, ക്ലിയർ ആണോ എന്നറിയില്ല. ബാരിക് ടാബ്ലറ്റ്സ്, താഴെ തെർമിക് ടാബ്ലറ്റ്സ് ആണ്. പിക്ചർ ഒന്നും ക്ലിയർ അല്ല, ഞാൻ എന്റെ റെക്കോർഡിൽ കാണിച്ചത്. ഇതിപ്പോ നോക്കൂ, ഇത് 3 ഡിഫറെന്റ് ബോക്സസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഈ ബോക്സസ് 3 പാർട്ടീഷൻ പോലെയുണ്ട്. ഓരോന്നിലും 6 ടാബ്ലറ്റ്സ് ആയിരിക്കും. ദ വെയിറ്റ് ഓഫ് ഈച്ച് ടാബ്ലറ്റ് ഇസ് ഡിഫറെന്റ്. ഓരോ ടാബ്ലറ്റിന്റെ വെയിറ്റ് ഡിഫറെന്റ് ആണ്. റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും. കുട്ടികൾക്ക് ഹെവി ലൈറ്റ് മെറ്റീരിയൽസ് വെയിറ്റ് കൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ ടാബ്ലറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പൊ അവരുടെ ബാരിക് സെൻസ്, വെയിറ്റിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് അത് ഇംപ്രൂവ് ആകും. ഹൈറ്റ്, സൈസ്, ഷേപ്പ് അതെല്ലാം ഇതിന്റെ സെയിം ആണ്. എല്ലാ ടാബ്ലറ്റ്സിന്റെയും ഷേപ്പ്, ഹൈറ്റ്, സൈസ് ഒക്കെ സെയിം ആണ്. ബ്രെയിൻ ഹാൻഡ് കോർഡിനേഷൻ അതൊക്കെ തന്നെയാണ് ഇതിനിവിടെ ഇംപ്രൂവ് ആവുന്നത്. പിന്നെ ടെക്സ്ചർ, അത് ടെക്സ്ചർ ഡിഫറെന്റ് ആണ്. പിന്നെ അഗെയിൻ ആൻഡ് അഗെയിൻ അവർ ചെയ്യുമ്പോൾ ആ കൺട്രോൾ ഓഫ് എറർ അത് തന്നെ വരും. പിന്നെ ഈ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുന്നവർ എൻജോയ് ചെയ്യുന്നതാണ് പറയുന്നത്. ഞാൻ എന്റെ റെക്കോർഡ് കാണിച്ചു തരാം കേട്ടോ. ഇത് മാത്രം നോക്കുക. ഡയറക്റ്റ് ടാബ്ലറ്റ്സ് ക്ലിയർ അല്ലേ? ഓരോന്നും താഴെ ഒരെണ്ണമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 6 പീസസ് ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലത്തെ ഇരിക്കും, പക്ഷെ വെയിറ്റിൽ ഡിഫറെന്റ് ആണ്. ബാരിക് സെൻസ്, വെയിറ്റിനെ കുറിച്ചുള്ള സെൻസ് അവർക്ക് വർക്ക്ഔട്ട് ആവും. ഓക്കെ, ഇനി എഴുതി. സമയമുണ്ടോ? 5 minutes. എനിക്ക് തോന്നുന്നു അത് എഴുതാനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നു. അത് എഴുതിയിട്ട് നമുക്ക് തെർമിക് ടാബ്ലറ്റ്സ് കാണാം.
സ്ക്രോൾ ചെയ്യാറായോ? ഓക്കെ. ടാബ്ലറ്റ്സിന്റെ അടിയിലുള്ളതും കൂടെ എഴുതണോ അടുത്ത ഹെഡിങ്? തെർമിക് ടാബ്ലറ്റ്സ് ആണോ? അതെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതിയാൽ മതിയോ? ഞാൻ ഈ ബാരിക് ടാബ്ലറ്റ്സിനെ കുറിച്ച് നിങ്ങളുടെ PDF ഉള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 3 boxes containing 3 sets of wooden tablets. 3 sets wooden tablets. അത് ഓരോ സെറ്റിലും 6 എണ്ണം ഉണ്ട്. യൂണിഫോം ഇൻ സൈസ് ബട്ട് ചേഞ്ചബിൾ ഇൻ വെയിറ്റ്. ബൈ 5 grams ആണെന്നാണ് പറയുന്നത് ബിറ്റ്വീൻ ഈച്ച് സെറ്റ്സ്. ഇത് they are made of different wood, plywood, oak or oak. Each set is of a slightly different colored wood. 3-നും 3 കളറാണ്. നമ്മൾ ആ പിക്ചർ ഒന്നുകൂടെ എടുത്തു വെക്കാം. മൂന്ന് സെറ്റ് ആണ്, 3 കളേഴ്സ് ആണ്. ഓക്കെ, ഓരോ സെറ്റിലും നമുക്ക് 6 പീസസ് ആണുള്ളത്. ഈ 6ന്റെ വെയിറ്റും ഈ 6ന്റെ വെയിറ്റും സെയിം തന്നെയാണ്. ഇത് തമ്മിൽ ഈ ഒരേ സെറ്റിലുള്ള 6 പീസസ് തമ്മിൽ വെയിറ്റ് ഡിഫറൻസ് ആണ്. സെയിം വെയിറ്റ് ഡിഫറൻസ് ആണ് അടുത്ത സെറ്റിലെ 6 പീസസ്. അതേ വെയിറ്റ് ഡിഫറൻസ് ആണ് അടുത്ത സെറ്റിലെ 6 പീസസ്. ഓൺലി ഡിഫറൻസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിൽ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? നമുക്ക് 3 സെറ്റ്സ് ആണ്. ഓരോ സെറ്റിലും 6 പീസസ് ആണ്. ഈ 6 പീസസും ഡിഫറെന്റ് വുഡ് ആണ്. അപ്പം കളർ ഡിഫറൻസ് വന്നു. ഇനി ഇതിന്റെ അതേ വെയിറ്റ് തന്നെയായിരിക്കും ഈ സെറ്റിലുള്ള 6 ടാബ്ലറ്റ്. അതായത് ഇതിലൊരു ടാബ്ലറ്റും ഇതിലൊരു ടാബ്ലറ്റും ഒരേ വെയിറ്റ് ഉള്ളതാ. കുട്ടികളെ നമുക്ക് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് അവർ ഒരേ വെയിറ്റ് ഉള്ളത് എടുത്ത് ഒരുമിച്ച് വെക്കാനോ അങ്ങനെയൊക്കെ പറയും. ലൈക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യില്ലേ, ഇതുപോലെ പ്ലേസ് ചെയ്യിക്കാം. അതുപോലെ തന്നെ അടുത്ത വെയിറ്റിൽ വരുന്ന അടുത്ത പീസ് ഇവിടെ ഉണ്ടാകും. അതാണ് ഈ സെറ്റ്സ്. അപ്പൊ ഇതിൽ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ പറഞ്ഞതാ. ഓർത്താ മതി, 3 ബോക്സ് ആണ്. ആക്ച്വലി ഇതിപ്പോ ഒരു ബോക്സിലാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ ബോക്സിലും 6 പീസസ് ഉണ്ടായിരിക്കും. ഈ 6 പീസസ് ഡിഫർ ചെയ്യുന്നത് ആ വുഡ് മെറ്റീരിയലിൽ ഡിഫർ ചെയ്യുന്നു. അപ്പൊ അതിന്റെ കളർ മാറുന്നു. ചിലപ്പോൾ ടെക്സ്ചറും മാറും. അപ്പൊ പ്ലൈവുഡിന്റെ ടെക്സ്ചർ ആയിരിക്കണമെന്നില്ല ഓക്കിനുണ്ടാവും. അപ്പൊ അതുപോലെ ടെക്സ്ചർ മാറാം. തൊട്ട് നോക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവാം, പക്ഷെ വെയിറ്റ് സെയിം ആയിരിക്കും. ഈ 6 എണ്ണം 1 2 3 4 5 6 നമ്പർ നമ്മൾ നമ്പർ ചെയ്താൽ ഇതിലെ 1 2 3 4 5 6 1ഉം 1ഉം ഈ 3 1സും ഒരേ വെയിറ്റ് ആയിരിക്കും. 2s ഒരേ വെയിറ്റ്, 3s ഒരേ വെയിറ്റ്, അങ്ങനെ 6 ഓരോ സെറ്റിലെയും ഓരോ പീസും ഒരേ വെയിറ്റ് ഉള്ള പീസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ 3 ബോക്സ് എടുത്തു വെച്ചാൽ ഒരേ വെയിറ്റിൽ 3 എണ്ണം ഡിഫറെന്റ് ടെക്സ്ചറിൽ ഡിഫറെന്റ് കളറിൽ നമുക്ക് കിട്ടും. ക്ലിയർ ആയില്ലേ ബാരിക് ടാബ്ലറ്റ്സ്? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ തെർമിക് ടാബ്ലറ്റ്സും നോക്കാം. ഒന്ന് മേലേക്ക് സ്ക്രോൾ ഇത്രയും കൂടി എഴുതാണ്ട്. സോറി കേട്ടോ.
അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലാസ് നിർത്താം. മതിയോ? മതി. തെർമിക്കൽ ഓക്കെ അല്ലേ? ഓക്കെ. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോ നമുക്ക് ആദ്യം 2 ബോക്സ് കൊണ്ടുപോവാം. 3 ഒരുമിച്ച് കൊണ്ടുപോകണ്ട. 2 എണ്ണം ആദ്യം ചെയ്യാം. 2 എണ്ണം ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ 3 ബോക്സിന്റെ ചെയ്ത് നോക്കാം. 3 പീസസ് അവരെ പിക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് മാറ്റി അവരെ കൊണ്ട് ചെയ്യിക്കാം. PDF സമയം പോലെ ഒന്ന് വായിക്കൂട്ടോ, നല്ല രസമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞോട്ടെ മാം. കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഫൈൻ. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. Good night, ma'am. Good night. Thank you, ma'am. Good